എല്ലാ വിദ്യാർത്ഥികൾക്കും ക്രിസ്റ്റൽ എജു ഹബിന്റെ NMMS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്കറിയാം NMMS എക്സാം എന്ന് പറയുന്നത് ഈ വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം എല്ലാ വർഷവും 48,000 രൂപ ഒരു അവരുടെ എഡ്യൂക്കേഷൻ എയ്ഡ് ആയിട്ട് അവർക്ക് അവരുടെ പഠന ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ആണ്. ആ സ്കോളർഷിപ്പ് എക്സാം നമ്മൾ അതിന്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 3-4 മാസമായി. അപ്പൊ അതിന്റെ ഫലം കൊയ്യാൻ സമയമായി. അതിന്റെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു 30 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സും ആരംഭിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട്. അപ്പൊ അതിന് രണ്ടിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോ ഓൾറെഡി നമ്മുടെ NMMS പ്രോഗ്രാം ക്രിസ്റ്റൽ എജു ഹബിന്റെ NMMS പ്രോഗ്രാമിലുള്ളവർക്കും അതുപോലെ തന്നെ ഇനിയും ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ഈ സ്കോളർഷിപ്പ് എക്സാം നമുക്കറിയാം 48,000 രൂപ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. നമ്മുടെ പഠന ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. 4 വർഷം കൊണ്ടാണ് ഈ 48,000 കിട്ടുന്നത്. ഓരോ വർഷവും 12,000 ഉപയോഗിച്ച്. ഓക്കെ, അപ്പൊ ഈ എക്സാം എഴുതാൻ ഉള്ള ഏതെങ്കിലും കുട്ടികൾ ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൽ നമുക്ക് ചേരാവുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ സ്ക്രീന് വിസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ക്രിസ്റ്റൽ എജു ഹബ് എന്ന് പറയുന്നത് നമ്മൾ NMMSന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റു എല്ലാ അറിവുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് ഈ മാസം സെപ്റ്റംബർ 25-നാണ്. ഒക്ടോബർ 30 വരെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരെയും ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. വെറും 400 രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടി ഈടാക്കുന്നത്. ഇതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. 15, അതായത് നമുക്കറിയാം ടോട്ടൽ നമുക്കുള്ളത് മാറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും അതുപോലെ തന്നെ സാറ്റും ആണ്. മാറ്റ് എന്ന് പറയുന്നത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാറ്റ് എന്ന് പറയുന്നത് GK, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, സിവിക്സ് ടോപ്പിക്സ് ഒക്കെ വരുന്ന വേറൊരു കാറ്റഗറി. ഈ 2 കാറ്റഗറിയാണ് നമുക്കുള്ളത്. അതിൽ മാറ്റിന് വേണ്ടിയിട്ട് 15 ക്ലാസ്സും സാറ്റ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 15 ക്ലാസ്സുമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 30 ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോടെ നമ്മൾ മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ക്രിസ്റ്റൽ എജു ഹബിന്റെ NMMS പ്രോഗ്രാമിലുള്ള നമ്മുടെ റെഗുലർ കുട്ടികളും ഇതിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. രാത്രി 8:30 നമ്മുടെ ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം 400 രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല. നമുക്ക് കിട്ടാൻ പോകുന്നത് 48,000 എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടാണെങ്കിലും ഈ NMMS എക്സാം എഴുതാൻ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും കാരണം പല സ്ഥലങ്ങളിലും ഒത്തിരി ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് വാങ്ങിക്കുന്നുള്ളൂ. വെറും 400 രൂപ മാത്രമേ നമ്മൾ ക്രാഷ് കോഴ്സിന് വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് എന്നാണ് NMM എക്സാം വരുന്നത് എന്നുള്ളത്. ഒരു സന്തോഷ വാർത്ത, NMM എക്സാം ഡേറ്റ് 2024 എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് നവംബർ 16, 2024 ആണ്. ഓക്കെ, നവംബർ 16 എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സമയമില്ല. നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ ഒക്കെ ചെയ്ത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ കുറച്ചും കൂടെ ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു സമയം കൊടുക്കുക NMMSന് വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? അതായത് നിങ്ങളുടെ സമയം, അതായത് നിങ്ങൾ സാധാരണ ക്ലാസ് കാണുക, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക, എന്താ പറയാ, പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താ പറയാ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒന്നും കൂടെ പ്രാക്ടീസ് ഒന്നും കൂടെ കൂട്ടുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇത് മത്സര പരീക്ഷയാണ്. ഒത്തിരി പേരുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനുള്ളതാണ്.
ഓക്കെ. അപ്പോ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എക്സാം ഡേറ്റ് ആണ്. അതായത് നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് സെപ്റ്റംബർ 21 അതായത് 21 സെപ്റ്റംബറിനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് 2 ദിവസം കൂടെ ഉള്ളത്. ഈ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 23. നമുക്ക് 23 മുതൽ ഒക്ടോബർ 15 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതിന്റെ ഒരു വീഡിയോ പിറകെ വരുന്നുണ്ട്. നിങ്ങളത് ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാം പറഞ്ഞു തരും. ഒരു ടെൻഷനും അടിക്കണ്ട. അപ്പൊ ജസ്റ്റ് നമ്മുടെ എക്സാം ഡേറ്റ് വന്നു നിങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോ സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 15 വരെയാണ് നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആവുന്നേ ഉള്ളൂ. നമുക്ക് ഇനിയും 2-3 ദിവസം കൂടെ ഉണ്ട്. അപ്പൊ ആരും അവസാനത്തെ സമയത്തോട്ട് മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഒക്ടോബറിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാം നവംബർ 16 ഞാൻ പറഞ്ഞല്ലോ, നവംബർ 16 നമുക്ക് ഒത്തിരി സമയമില്ല. 45 ദിവസം അല്ലെങ്കിൽ 50 ദിവസം നമുക്ക് കഷ്ടിച്ചുള്ളൂ. അപ്പോൾ എല്ലാവരും ഓണപ്പൂട്ടൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ജഗപൊകയിൽ ഇരിക്കുകയായിരിക്കും. അപ്പം ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പഠനത്തിലോട്ട് വരാനുള്ള സമയമായി. എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠനത്തിലോട്ട് വരിക. നമ്മുടെ ക്രാഷ് കോഴ്സ് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ റെഗുലർ ബാച്ച്, നമ്മുടെ NMMSന്റെ റെഗുലർ ബാച്ചിലെ കുട്ടികൾ നിർബന്ധമായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കണം, നിർബന്ധമാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് നമുക്ക് 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത് അല്ലെ? 2 പാർട്ടാണ്. ഒന്ന് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്, രണ്ടാമത്തത് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. നമ്മൾ മാറ്റ് എന്ന് പറയും, രണ്ടാമത്തതിന് സാറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം 16/11/2024 നവംബർ 16 ശനിയാഴ്ചയാണ് നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഡേറ്റിൽ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ സെന്റർ എവിടെയാണോ അവിടെ നമ്മൾ അറ്റൻഡ് ആവണം. 10 മണി ടു 11:30 അതായത് മോർണിംഗ് 10 to 11:30 വരെയാണ് നമ്മുടെ എക്സാം സമയം എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു ഹാഫ് അവർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവർക്ക് 10 മണി മുതൽ 12 മണി വരെ ആയിരിക്കും അവരുടെ എക്സാം സമയം. അതായത് മാറ്റിന്റെ മെന്റൽ എബിലിറ്റിയുടെ. ഓക്കെ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സാറ്റ്. സാറ്റ് എന്ന് പറയുന്നത് ആ സെയിം ദിവസം തന്നെ 16/11/2024 ശനിയാഴ്ച, നവംബർ 16 ശനിയാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3 മണി വരെ. നമുക്കറിയാം 1.5 മണിക്കൂറാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഇതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 2 മണിക്കൂറായിരിക്കും. 30 മിനിറ്റ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 1:30 മുതൽ 3:30 വരെ. ഇതാണ് നമ്മുടെ എക്സാം ഡേറ്റ്. നമ്മുടെ എക്സാം നടക്കുന്ന രൂപമൊക്കെ എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. നമ്മളൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന അവസാനത്തെ തോണിയാണിത്. ഈ തോണിയിൽ കയറി വഞ്ചി തുഴഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്തണം. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ കട്ടക്ക് പിടിച്ചു നിൽക്കുവാണ്, നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ സ്കോളർഷിപ്പ് എമൗണ്ട് ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിർബന്ധമായിട്ടും നമ്മുടെ കുട്ടികളും നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റ് സ്റ്റുഡൻസ്, നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഒരു പോസ്റ്റർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റർ ഒക്കെ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കൂടെ ചേരുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെന്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. എല്ലാ രൂപത്തിലും സെറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ കോഴ്സ് പോകുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.